കണ്ടില്ലേ, നിങ്ങളോട് ഇത്ര പെട്ടെന്ന് വാക്ക് മാറ്റി പറയേണ്ടി വരും ഞാൻ വിചാരിച്ചിട്ടാ. അതിന് മുന്നേ ഇല്ലേ നമുക്കൊരു കുട്ടി നൈറ്റ് വ്ലോഗ് ഉണ്ടല്ലോ. ഇത് നമ്മുടെ സ്വന്തം ഖലീഫ സ്ട്രീറ്റ്. ഇതിനു മുമ്പ് ഇങ്ങനെ അല്ലാട്ടോ ഉണ്ടായത്. ഇവിടെ ഫുൾ കാർ പാർക്കിംഗ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതിപ്പോൾ നാഷണൽ ഡേ എന്നാട്ടാ ഓപ്പൺ ആക്കിയത്. ഇത് ഓപ്പൺ ആക്കിയ പിന്നെ ഇവിടെ എപ്പോൾ ആൾക്കാർ തന്നെയാണ്. നല്ല പാങ്ങണ്ടിയില്ലേ ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ട്. ആകില്ലേ കുറച്ച് സമയം സമാധാനത്തോടുകൂടി നടക്കാൻ പറ്റിയ ടൈം ഈ 11 മണിക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഒന്നെങ്കിലും നടക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കഫ്റ്റേരിയയിലോ മാക്ഡോണൽസിലോ അങ്ങനത്തെ എവിടെയെങ്കിലും പോകും. ഇതെല്ലാം നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. വെറും 5 മിനിറ്റ് മതി ഇവിടത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഈ B11 മുമ്പിൽ എപ്പോൾ നമ്മൾ നടക്കില്ല. ഞാൻ ഇതുവരെ കഴിച്ചിട്ട് എനിക്ക് പിന്നെ ഓവർ മധുരം അത്ര ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും അറിയുമോ മധുരം കുറഞ്ഞില്ല സാധനം ഇവിടെ ഇല്ലേ? ഈ ക്യൂ നിൽക്കുന്നത് കണ്ട, ഇത് റേഷൻ ഷോപ്പൊന്നല്ല കേട്ടാ, നമ്മൾ ടോയ്സ് എടുക്കാൻ വേണ്ടി തന്നെ. നോക്കറോ എത്ര വലിയ ആൾക്കാരാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളില്ലേ എപ്പോൾ ഇവിടെ വന്നാൽ ആ അറബി എപ്പോഴും അവിടെ ഉണ്ടാവും. അവരില്ലേ കുറേ കോയിനാക്കിയിട്ട് വരും. എന്നിട്ട് ഒരു അഡിക്റ്റാണ്, എപ്പോൾ വന്നിട്ടും ഇങ്ങനെ കിട്ടുന്നവരെ എടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതേ വൈക്ക് ആൾക്കാർ പോകുന്ന പിള്ളേരുണ്ടാവില്ലേ, അവർക്കെല്ലാം ഓരോരോ പീസ് കൊടുക്കും. ഈ കാണുന്നതാട്ടാ ഇവിടെ മുന്നേ ഉണ്ടായത്, മറ്റേത് ഇപ്പം വന്നതാ. ഇവിടെയില്ലേ ചെറിയ ചെറിയ ടോയ്സാണ്, ഇവിടുന്ന് കിട്ടും വേഗം. ചെറുതായതുകൊണ്ട് തന്നെ അത്ര ബുദ്ധിമുട്ടില്ല സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. പുതിയ വന്നേ പിന്നെ ഇവിടെ ആൾക്കാർ കുറവാണ് കേട്ടാ. അവിടെ ഇല്ലേ അത്യാവശ്യം നല്ല വലിയ ടോയ്സാണുള്ളത്. ഇവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടോയ്സേ ഇല്ലൂ. പക്ഷെ ഇവിടുന്ന് പെട്ടെന്ന് കിട്ടും കേട്ടോ ആർക്കും എടുക്കുമ്പോൾ. അങ്ങനെ നമ്മൾ വരുമ്പോൾ ഒറ്റൊരാളെ ഇവിടെ ഉണ്ടായിട്ടില്ലൂ. അല്ലെങ്കിൽ ഇവിടെ അത്ര തിരക്കുണ്ടാക്കില്ല, എന്നാലും കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ ഇന്ന് ആകെ ഒരാളെ ഉണ്ടായിട്ടു. എൻ്റെ മോക്കില്ലേ ഇത് എത്ര കിട്ടിയാലും മതിയാവില്ല. ഇതിൽ പോകുമ്പോൾ എപ്പം പറയും ടോയ്സ് എടുക്കുക. ഇത് എടുത്തെടുത്ത് റൂം ഫുള്ളായി. ഇയാളെ എടുക്കുന്നത് ആക്രമണത്തോടെ നോക്കിയോണ്ടോന്ന് തോന്നുന്നു. അവന് കൊടുത്ത് ആരും കൂടെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇത് ഇവർക്ക് കൊടുത്തിട്ട് അവർ പോയി. അത് പോവാൻ കാത്തു നിന്നതാണ്. ഇതാ തുടങ്ങി വീണ്ടും എടുക്കാൻ വേണ്ടി. ഫസ്റ്റ് തന്നെ എടുക്കാൻ നോക്കി കുറച്ച് വലിയ സൈസാണ്. ഇതിൽ വലിയ സൈസ് പെട്ടെന്ന് എടുക്കാൻ പറ്റൂല, കുഞ്ഞെങ്കിലും പെട്ടെന്ന് എടുക്കുക. വീഴാൻ പോയതാ, പക്ഷെ അത് കിട്ടിയില്ല കേട്ടാ. എടുത്തിട്ട് കിട്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു എടുക്കാൻ ഇൻട്രസ്റ്റ് കൂടുമല്ല. അപ്പം വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടാ. ഉന്തിയിട്ടെങ്കിലും താഴെ എടുത്തിട്ട് എത്ര എണ്ണം എടുത്തെന്നറിയാം. ഇത് ഒരു 100 എണ്ണ ഉണ്ടാവും. വെറുതെ തള്ളുന്നല്ല കേട്ടോ, ഇല്ല തന്നെയാണ്. പക്ഷേ ഇല്ലേ എന്നാലും ഇതൊന്നും ഇങ്ങനെ കിട്ടുമ്പോഴൊരു സന്തോഷമില്ലേ, അതൊരു വേറെ ഒരു ഇത് തന്നെയാണ്. അമ്മ 4 കോയിനും കൊണ്ടാട്ടാ വന്നത്. ഓവറൊന്നും എടുത്തില്ല. പിന്നെ ആ കോയിൻ കഴിയുന്നവരെ എടുത്തോണ്ടിരിക്കും. അങ്ങനെ വീണ്ടും ഒന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കളർ എന്തോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കിട്ടിയതല്ലേ എടുക്കാലോ. ഇപ്പുറത്തൊന്നും ആൾക്കാർ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. നമ്മ വരുന്ന സമയം എന്തോ ഇതിൽ കുറച്ച് ഫ്രീ ഉണ്ടായതാ. ഇതിലല്ലേ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ കോയിൻ ഇടുന്നതിൻ്റെ മുമ്പേ ഇല്ലേ കുറച്ചിങ്ങനെ പൊങ്ങി കിടക്കുന്നത് നോക്കി നിൽക്കും. അടിയിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കാത്തതും പിന്നെ അത്യാവശ്യം ഓക്കേൻ്റെ വലുപ്പത്തിലും. ഇതുപോലത്തെ കുറച്ച് വലിപ്പം കൂടിയ നോക്കുമ്പം അത് കിട്ടൂല, ഇതിന് കുടുങ്ങൂല. അങ്ങനെ ആ കോയിനെല്ലാം കഴിഞ്ഞിട്ടാ. എന്നിട്ട് നമ്മൾ നേരെ പോയത് KFCയിലേക്കാണ്. ലോഡഡ് ഫ്രൈസാണ് ലക്ഷ്യം ഉണ്ടായിന്. നമ്മൾ പോകുന്ന സമയം അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല, ആളൊന്നും അധികം ഉണ്ടായിട്ടില്ല. നല്ല ലേറ്റായിട്ടാ പോയത്. 12 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയത്തെ ഫുഡൊക്കെ കഴിച്ചതാ. അപ്പം പിന്നെ വെറുതെ ഒന്ന് ഇറങ്ങുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചതാ. ഇതാ കണ്ടില്ലേ, നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുമ്പോൾ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. എന്തൊക്കെ വേണ്ടതെന്ന് നേരെ കറക്റ്റാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. പക്ഷെ പറഞ്ഞതൊന്നല്ല കേട്ടോ നമുക്ക് കിട്ടിയത്. ഇതാ നോക്കിയേ, സീറ്റെല്ലാം കാലിയാണ് കേട്ടോ ഉണ്ടായിനി. ഞാൻ ഇതിനു മുന്നേ ഒരു ലോഡഡ് ഫ്രൈസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിനി, എൻ്റെ ഫേവറേറ്റാന്ന് അതൊക്കെ പറഞ്ഞിട്ട്. അത് തന്നെ കേട്ടോ വീണ്ടും ഓർഡർ ആക്കിയത്. അപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയ സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ആക്കിയരാട്ടാ പണി പാളിയത് മനസ്സിലായത്. നമ്മൾ അവിടെ കൊണ്ടുപോയി പറഞ്ഞു ഇതെല്ലാം നമ്മൾ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞില്ല, ചിക്കൻ പീസ് ഒന്നും ഇല്ലയെന്ന്. അന്നേരം കൊണ്ട് ഇതിലേക്ക് ഈ ചീസ് മാത്രം ഒഴിച്ചിരുന്നു. വീണ്ടും പറഞ്ഞു ഇതെല്ലാം സാധനം എന്ന് പറഞ്ഞ്. അപ്പോൾ ഓക്കെ പറഞ്ഞ് പ്രശ്നമില്ല, ഇതവിടെ കളഞ്ഞേ, നമ്മൾ വേറെ ഉണ്ടാക്കിത്തരാമെന്ന്. അപ്പം വേറെ ഉണ്ടാക്കിയിട്ടോ കിട്ടിയതും അതല്ല, സ്പൈസിയും ഇല്ല ഒന്നുമില്ല. വെറും ഫ്രഞ്ച് ഫ്രൈസും സ്ട്രിപ്സും ചീസും മാത്രം ഇട്ട സാധനം. ഒരു ഫ്ലേവറും ഉണ്ടായിട്ടില്ല, സ്പൈസിയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൂടാതെ തന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ആക്കുമ്പോൾ തന്നെ പറയും സ്പൈസി വേണമെന്ന്. മാക്ഡൊണാൾഡ്സിൽ ഇപ്പോൾ സ്പൈസി പൗഡർ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നാൽ നമ്മൾ എപ്പോൾ സ്പൈസിയാണ് പറയല്. അതും തന്നില്ല. എന്നിട്ട് വീണ്ടും പോയി പറഞ്ഞാലും അതിൻ്റെ മേലെ കുറച്ച് പൗഡർ ഇട്ടുന്നു സ്പൈസിൻ്റെ. എന്താണെന്നറിയില്ല, ഫുള്ള് ഫ്ലോപ്പായിപ്പോയി. ഫ്രൈഡ് ചിക്കനും വലിയ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല, എന്തോ ഒരു ഉപ്പൊന്നും ഇല്ലാത്ത ഇതാ ഇതും പോയി.
ലോഡഡ് ഫ്രൈസിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് ഓരോ ടൈം ഒരാൾ ഉണ്ടാക്കുന്നതാണ്, അപ്പം അങ്ങനെ മാറിപ്പോയതാണെന്നും പറഞ്ഞാണ് വേറെ ആക്കി തന്നത്. ചിക്കൻ ജ്യൂസിയൊക്കെ ഉണ്ടായിനി കാണാൻ വേണ്ടിയിട്ട്, പക്ഷേ എന്തോ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ KFCനേക്കാൾ ടേസ്റ്റുള്ള വേറെ പല ഐറ്റംസ് ചിക്കനും വരുന്നുണ്ടല്ലോ, ഇതെനിക്ക് അത്ര ടേസ്റ്റായി തോന്നിയിട്ടാണ്. പിന്നെ ആകെ ഉണ്ടായൊരു ഈ പൗഡർ കിട്ടിയെന്നില്ലതാ. ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം സ്പൈസി അല്ലല്ലോ തന്നത്, അപ്പം മേലെ ഇട്ടുകൊണ്ട് കുറച്ച് അധികം കിട്ടിയിട്ടുണ്ടായിനി. ഇതെന്താക്കിയ ലോഡഡ് ഫ്രൈസിൽ ഇട്ട് കൊടുത്ത്, എന്നിട്ടും വലിയ ടേസ്റ്റ് വരുന്നില്ല. അവർ വേറെ എന്തോ ഒരു മിക്സ് ആയിലിടുന്നത് ഒറിഗാനോയിലൂടെ. ആദ്യം ചിക്കൻ ഇല്ലാണ്ട് തന്ന ലോഡഡ് ഫ്രൈസ് ഇല്ലായത് ഒരു പീസ് പോലെ നമ്മൾ കഴിച്ചിട്ടാ. പിന്നെ അതൊരു കളയാനും തോന്നില്ല, അവർ വേസ്റ്റിലിട്ടേന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ എടുത്ത് ആർക്കെങ്കിലും കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു പീസ് വരെ തൊടാത്തത് എങ്ങനെ കളയാൻ തോന്നല്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇല്ലു കേട്ടാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ബീലബെല്ലിന് മധുരം കുറഞ്ഞ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേരണേ. ലേറ്റ് ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.